ഒരാഴ്ചയായി പെയ്യുന്ന അതിശക്തമായ മഴയിൽ ഇടുക്കി പ്രദേശം ആകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് മൂവാറ്റുപുഴയിൽ ഇത്ര വെള്ളം കാണുന്നത്. ശക്തമായ നീരൊഴുക്കുള്ളത് കാരണം പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാവുകയാണ്. ബാക്കി ഉള്ളിലേക്കുള്ള മണപ്പുഴ, മുളക്കുളം, പിറവം റോഡുകളൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങാറായിരിക്കുകയാണ്. കാരണം പുഴയിൽ നല്ല അതിശക്തമായ വെള്ളമരമാണ്. പല ഡാമുകളും ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നു. ഇടുക്കിയിലുണ്ടാകുന്ന ശക്തമായ ഉരുൾപൊട്ടലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഫലമായി നമ്മൾ മൂവാറ്റുപുഴയാറ് കവിഞ്ഞൊഴുകുകയാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, ഒരടി കൂടെ വെള്ളം കയറിയാൽ കളമ്പുക്കാവിന് അമ്പലത്തിന് ഭാഗത്തോളം തെങ്ങനപ്പാലം റോഡും ഇപ്പോൾ വെള്ളം കയറും. അതിശക്തമായ നീരൊഴുക്കാണ് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി മാന്ത്രത്തോട്ടിലൂടെ വെള്ളം കണ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി നമ്മുടെ കാരിക്കോട്ടിലേക്കുള്ള ഗതാഗതം ഇപ്പോൾ തന്നെ സ്തംഭിക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. താമസിക്കാൻ സ്തംഭിക്കും. റോഡിലേക്ക് വെള്ളം പ്രവേശിക്കാറായിരിക്കുകയാണ്. താമസിക്കാൻ റോഡ് കവിഞ്ഞ് ഒഴുകുന്നതായിരിക്കും. ഏകദേശം ഒരു 3 മണി റോഡിൽ തന്നെ റോഡ് വെട്ടി വെള്ളം ഒഴുകാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ വെള്ളത്തിന് നല്ല ഒഴുക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നതാണ് റോഡിലേക്ക് ഏകദേശം ഒരു അരയടിയോടെ പൊങ്ങിക്കഴിഞ്ഞാൽ റോഡ് മൂടുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുവഴി കാരിക്കോട് പെരുവ റോഡിലേക്കുള്ള ഗതാഗതം തന്നെ ഇപ്പോൾ നിലയ്ക്കാനാണ് സാധ്യത. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മണപ്പുഴ തോടിൻ്റെ അരികത്താണ് നിൽക്കുന്നത്. പക്ഷേ തോട് ഇപ്പോൾ കരകവിഞ്ഞ് പാടങ്ങൾ മൂടി ഇപ്പോൾ റോഡിലേക്ക് വെള്ളം കയറാതിരിക്കുന്ന അവസ്ഥയാണ്. ഏകദേശം ഒരടി വഴി പൊങ്ങിക്കഴിഞ്ഞാൽ റോഡ് കവിഞ്ഞ് ഒഴുകുന്നതാണ്. റോഡിൻ്റെ 2 വശത്തു നിന്നും വെള്ളത്തിൻ്റെ നീരൊഴുക്ക് ഭയങ്കരമായിട്ട് കൂടി ഇരിക്കുകയാണ്. ഇപ്പോൾ പുഴയിൽ നിന്നുള്ള നീരൊഴുക്ക് അതിശക്തമായി തുടരുകയാണ്. ഇങ്ങനെ വെള്ളം തുടർന്നാൽ ഏകദേശം ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഗതാഗതം നിർത്തേണ്ടി വരുന്നതാണ് തോന്നുന്നത്.